മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മാസപ്പടി കേസ് ഡൽഹി ഹൈക്കോടതി മാറ്റിവെച്ചു. അത് ആർഗ്യുമെന്റ് കേട്ട ജസ്റ്റിസ് സി ഡി സിംഗ് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ആയിപ്പോയി. പകരം അത് ഗിരീഷ് കത്പാലിയയുടെ ബെഞ്ചാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം ഈ കേസിനെ പറ്റി അദ്ദേഹത്തിന് കാര്യമായി ഒന്നും അറിയില്ല. ഏതായാലും അതിന്റെ വാദഗതികൾ ഇനിയും കേൾക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലാതെ അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഡൽഹി ഹൈക്കോടതിയിലെ പുതിയ ജഡ്ജി അത് ജൂലൈ 2025 മാറ്റി. അതുവരെ ഈ കേസിന്റെ പ്രൊസീഡിങ്സ് സ്റ്റേ ചെയ്യണമെന്ന് വീണ വിജയന്റെ അഡ്വക്കേറ്റും അതുപോലെ തന്നെ CMRL അഡ്വക്കേറ്റും ആവശ്യപ്പെട്ടു. പക്ഷെ കോടതി അത് അംഗീകരിച്ചില്ല, സ്റ്റേ ചെയ്തില്ല. സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസിന്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ CMRL ഇവർക്ക് രണ്ടുപേർക്ക് ഇത് നടപടിയെടുത്ത് അല്ലെങ്കിൽ ഒരു കുറ്റച്ചാർജ് കൊടുക്കാൻ കഴിയില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ കോടതി സ്റ്റേ അനുവദിച്ചില്ല. അതുകൊണ്ട് SFIO അത് അവരുടെ 4 പേരുടെ പേരിൽ കുറ്റച്ചാർജ് ഹാജരാക്കുകയും ചെയ്തു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നാണ് SFIO അതിന്റെ ഫുൾ ഫോം. അപ്പൊ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഈ ഏജൻസി കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കീഴിലാണ്. അപ്പൊ ഇവിടെ നേരത്തെ ഇതിനകത്ത് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലെ വിജിലൻസ് ആംഗിളിൽ വരുന്ന ഒരു കേസാണെന്ന് പറഞ്ഞു അവിടെ ഒരു പരാതി കൊടുത്തിരുന്നു. ആ കൊടുത്തയാള് പരാതിക്കാരൻ ഇപ്പം മരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഇത് വിജിലൻസ് ആംഗിളിന്റെ പരിധി വരുന്നതല്ല, PC ആക്ടിന്റെ പരിധി വരുന്നതല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആ കംപ്ലൈന്റ് തള്ളിക്കളയുകയും ചെയ്തു. മാത്യു കുഴൽനാടൻ MLA ഇതേ വാദഗതിയുമായിട്ട് എക്സാലോജിക്കിനെതിരായി CMRL കേരള ഹൈക്കോടതിയിലെ വിജിലൻസിന്റെ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ ഒരു പരാതി കൊടുത്തു. അത് സിംഗിൾ ബെഞ്ച് തള്ളുകയും ചെയ്തു. ഇതിനകത്ത് ഇപ്പം 1,72,00,000 രൂപ CMRL മന്ത്രി അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ വൈഫായ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വീണ വിജയന് കൊടുത്തു എന്നതാണ്. വീണ വിജയന്റെ CMRL കമ്പനി അത് ഒരു കമ്പനി ആക്ടിന്റെ പരിധി വരുന്നതാണ്. ഒരു സേവനവും നൽകാതെ 1,72,00,000 രൂപ കൊടുത്തു എന്നതാണ് ഒരു വസ്തുത. ആ പണം കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ അതൊരു വിജിലൻസ് ആംഗിളില് വരുന്ന കേസല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് തന്നെ ഹൈക്കോടതി ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. കാരണം PC ആക്ടിന്റെ പരിധിയിലെ സെക്ഷൻ 13 വരണം, ക്രിമിനൽ മിസ്കോണ്ടക്ട് ബൈ എ പബ്ലിക് പേഴ്സൺ, അതുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ സെക്ഷൻ 8 അതിനകത്ത് ഒരു പബ്ലിക് സെർവന്റിനെ സ്വാധീനിക്കാനായിട്ട് കൈക്കൂലി കൊടുത്താൽ സെക്ഷൻ 8ന്റെ പരിധി വരും, അതും നടന്നിട്ടില്ല. പേഴ്സണൽ ഇൻഫ്ലുവൻസ് വിത്ത് പബ്ലിക് സെർവന്റ് പരിധിയിൽ ഒട്ടും വരുന്നില്ല, സെക്ഷൻ 9. അപ്പം ഒരു വിജിലൻസ് ആംഗിളില് വീണ വിജയന്റെ കേസ് വരുന്നില്ല. അതേ സമയത്ത് വീണ വിജയനും എൻ്റെ എസ്സാലോജി കമ്പനിക്ക് ശശിധരൻ കർത്തായുടെ CMRL കമ്പനി പൈസ കൊടുത്തു എന്നുള്ള വസ്തുതയാണ്. 1,72,00,000 രൂപ വീണ വിജയൻ അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ടോ? അവരുടെ കമ്പനി ഒരു ഫേക്ക് കമ്പനിയാണോ? ഇതാണ് അറിയേണ്ട കാര്യം. പണം വാങ്ങാൻ വേണ്ടി മാത്രം കമ്പനി ഉണ്ടാക്കിയതാണോ എന്നറിയില്ല. അതേസമയത്ത് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്താൽ ഒരു കമ്പനി സെക്രട്ടറി എല്ലാ വർഷവും അതിൻ്റെ ആദായത്തിൻ്റെയും വരവ് ചെലവ് കണക്കുകൾ കമ്പനി സെക്രട്ടറി അത് ഹാജരാക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇത് ഹാജരാക്കിയിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, നമുക്കറിയില്ല. എങ്കിലും ഇതിനകത്തൊരു ഒഫൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. വിജിലൻസ് ആംഗിൾ എന്തായാലും ഒഫൻസ് ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം വീണ വിജയനെ ഇതിനകത്ത് പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. അതേസമയത്ത് CMRL പൈസ കൊടുത്തതിന് ഒരു ഒഫൻസ് ഉണ്ടെന്നും പറയാൻ കഴിയില്ല. രണ്ടും കമ്പനി ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണ്. ഒരു ഫേക്ക് കമ്പനി, ഏതെങ്കിലും ഒരെണ്ണം ഫേക്ക് കമ്പനി ആണെങ്കിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് നടപടിയെടുക്കാൻ ഒക്കുള്ളൂ. അതിന്റെ കീഴിലാണ് SFIO എന്ന് പറഞ്ഞാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്.
അപ്പോൾ സാധാരണഗതിയിലെ ഒരു കമ്പനി പൈസ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പൈസ തിരിച്ചു കിട്ടിയില്ല, കമ്പനി ഫേക്കാണ്, നമ്മുടെ പൈസ തട്ടിച്ചെടുത്തു, അങ്ങനെയൊക്കെയുള്ള ഒരു കേസിനകത്താണ് SFIO നടപടി എടുക്കുന്നത്. ഇവിടെ CMRL ഒരു തട്ടിപ്പ് കമ്പനിയാണെന്ന് ഒരാക്ഷേപമില്ല. അതുപോലെ വീണ വിജയന്റെ കമ്പനിയും അതും ഒരു കമ്പനി ആക്ടിന്റെ പരിധി വരുന്നതാണ്. അതിനകത്ത് എന്തെങ്കിലും വർക്ക് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അല്ല പ്രശ്നം. കമ്പനി സെക്രട്ടറി അവിടെ ഉണ്ടോ, ആ കമ്പനി സെക്രട്ടറി കൃത്യമായിട്ട് ഇതിന്റെ കണക്കുകൾ ഹാജരാക്കുന്നുണ്ടോ, അതാണ് പ്രശ്നം. എനിക്ക് മറ്റൊരു രീതിയിലാണ് ഞാൻ അത് ചിന്തിക്കുന്നത്. കാരണം എനിക്ക് നിത്യമായിട്ട് ഒരാള്, ഞാൻ പാവപ്പെട്ടവനാണ്, അല്ലെങ്കിൽ എനിക്ക് നിത്യമായിട്ട് ഒരു 5 ലക്ഷം 10 ലക്ഷം രൂപ എല്ലാ മാസവും എൻ്റെ അക്കൗണ്ടിൽ അയച്ചു തന്നാൽ വാട്ട് ഈസ് ദ ഓഫൻസ് എന്നുള്ളതാണ്. അതിനകത്തൊരു കുറ്റമില്ല. അയാൾക്ക് എന്നോട് സഹതാപം തോന്നി 10 ലക്ഷം വെച്ച് അയച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കൈപ്പറ്റുന്നുണ്ട്. അതിനകത്ത് എന്താണ് ഓഫൻസ്? ഞാൻ എന്തെങ്കിലും സ്വാധീനപ്പെടുത്തി എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കുന്നുണ്ടോ? ഇല്ല. മുഖ്യമന്ത്രിയുടെ മകളായി പോയത് കൊണ്ട് ആ മകൾക്കെതിരായിട്ട് ഒരു നടപടി എടുക്കാൻ പറ്റില്ല. മകള് ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പിലുള്ള മന്ത്രിമാരെയോ അല്ലെങ്കിൽ അവിടുത്തെ ക്യാബിനറ്റ് സെക്രട്ടറിമാരെയോ അല്ലെങ്കിൽ സ്പെഷ്യൽ സെക്രട്ടറിമാരെയോ ഗവൺമെന്റിലുള്ള ആരെങ്കിലും സ്വാധീനിക്കുന്നുണ്ടോ മുഖ്യമന്ത്രി മകൾ? അങ്ങനെ ഒരു ആക്ഷേപമില്ല. ഒരു പബ്ലിക് സർവന്റിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഈ പൈസ സ്വീകരിച്ചത് എന്നുമില്ല. അവർ കമ്പനി അക്കൗണ്ടിൽ തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതേസമയത്ത് അവര് അതിന്റെ ടാക്സ്, ഇൻകം ടാക്സും മറ്റ് GST ടാക്സ് എല്ലാം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഡൽഹി ഹൈക്കോടതിയിൽ ഇപ്പോൾ എന്തായാലും അതിന്റെ വാദഗതികൾ, ഈ കേസ് നിൽക്കുമോ നിലനിൽക്കുമോ എന്നുള്ള കാര്യമാണ്. അതിന്റെ വാദഗതികൾ അത് മാറ്റിയിരിക്കുകയാണ്. പക്ഷെ ഇത് സ്റ്റേ ചെയ്യാത്തത് കൊണ്ട് SFIO ഈ കുറ്റച്ചാർജ് ഹാജരാക്കി എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാകുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്ത് ആരോപണം വന്നാലും ശരി, ഒരു ഫേക്ക് കമ്പനിയല്ല ഇത് രണ്ടും എന്നാണ് എൻ്റെ ഒരു വാദഗതി. അതേസമയത്ത് ആ കമ്പനിക്ക് ഒരാൾ ഒരു സേവനം നൽകാതെ ഒരു കാര്യം ചെയ്തു കൊടുക്കാതെ എല്ലാ മാസവും കോടിക്കണക്കിന് രൂപ കൊടുത്ത എന്താണോ കുറ്റം? അതിനകത്തൊരു ഒഫൻസ് ഇല്ല. അത് VACBയുടെ അല്ലെങ്കിൽ വിജിലൻസ് ആയെങ്കിലും വരുന്നുമില്ല. പിന്നെ എന്താണ് ഇതിനകത്ത് ഒഫൻസ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതിനകത്ത് ഒരു ഒഫൻസ് കണ്ടെത്തണം. അത് ഹൈക്കോടതി നോക്കിയിട്ട് ഒരു ഒഫൻസ് അതിനകത്ത് കണ്ടില്ല. അതേസമയത്ത് വിജിലൻസ് കോടതി നോക്കിയിട്ട് ഒരു ഒഫൻസ് കണ്ടില്ല. അവർ തള്ളിക്കളഞ്ഞു. മാത്യു കുഴൽനാടിന്റെയും അതുപോലെ തന്നെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി കൊടുത്ത ഗിരീഷ് ബാബു എന്ന ആളുടെയും ആ കംപ്ലൈന്റ് പരാതി തള്ളിക്കളയാണ്. ഗിരീഷ് ബാബു പിന്നീട് മരിച്ചുപോയി. എന്തായാലും ഈ SFIOയുടെ നടപടി, അതിനകത്ത് വേറെ ഏതെങ്കിലും ക്രിമിനൽ ഒഫൻസ് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞൊരു കേസിലോട്ട് പോയാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേനെ. പക്ഷെ ഇത് അങ്ങനല്ല. ഒരു സേവനം ചെയ്യാതെ കൃത്യമായിട്ട് 1,72,00,000 രൂപ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ പണം എങ്ങനെ വിനിയോഗിച്ചു, അതിന് GSTയോ അതിനകത്ത് ഇൻകം ടാക്സോ കൊടുത്തിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ ഈ ഒഫൻസ് നിലനിൽക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല.